മലയാളികൾ കഴിഞ്ഞ കുറച്ച് ദിവസമായി തന്നെ നോക്കുന്നത് ഭാവനയുടെ പുതിയ സിനിമ അനോമിയെക്കുറിച്ച് തന്നെയാണ്. അനോമി പുറത്തിറങ്ങിയതിനു ശേഷം തിയേറ്ററുമായി ബന്ധപ്പെട്ട പ്രൊമോഷൻ തിരക്കിൽ തന്നെയാണ് ഭാവന. എന്നാൽ ഭാവനയെ സഹായിക്കാൻ ഇടയ്ക്ക് മഞ്ജു വാര്യരും എത്തിയിരുന്നു. തൻ്റെ പ്രിയപ്പെട്ട സുഹൃത്തിനെ താൻ ഇപ്പോൾ സഹായിച്ചില്ലെങ്കിൽ പിന്നെ എപ്പോഴാണ് തനിക്ക് സഹായിക്കാൻ പറ്റുക എന്നാണ് മഞ്ജു വാര്യർ ചോദിക്കുന്നത്. മഞ്ജുവിൻ്റെ ആ ചോദ്യം ശരിയാണ്. മഞ്ജു ഒരു ലേഡി സൂപ്പർ സ്റ്റാർ എന്ന നിലയിൽ തന്നെ പ്രൊമോഷൻ വർക്കുകളെല്ലാം നന്നായി കൈകാര്യം ചെയ്യുന്നൊരു വ്യക്തിയാണ്. അതുകൊണ്ട് തന്നെ ഇതും നന്നായി കൈകാര്യം ചെയ്യാൻ ഭാവനയെ സഹായിക്കാൻ മഞ്ജുവിന് പറ്റും. എന്നാൽ അത്തരത്തിൽ അനോമിയുടെ പ്രദർശനവുമായി ബന്ധപ്പെട്ട് എത്തിയപ്പോൾ കഴുത്തിലൊരു ബാൻഡേജ് കണ്ടു. അതാണ് ഇപ്പോൾ പ്രേക്ഷകർ ചോദിക്കുന്നൊരു കാര്യം. പലതരത്തിലുള്ള കാരണങ്ങളാണ് ഇപ്പോൾ ഇതിനെക്കുറിച്ച് സംസാരിക്കുന്നത്. ആക്നെ മാറാൻ വേണ്ടിയുള്ളതാണെന്നും സ്കാർ കാണാതിരിക്കാൻ വേണ്ടിയുള്ളതാണെന്നും തൈറോയിഡ് ഫങ്ഷൻ ചെയ്തതാണെന്നും ഷുഗർ ടെസ്റ്റ് ചെയ്തതാണെന്നും മറ്റെന്തോ സർജറിയാണെന്നും ഒക്കെ പറഞ്ഞുകൊണ്ട് നിരവധി പേർ എത്തുന്നുണ്ട്. തൊണ്ടയിൽ ഇത്തരത്തിൽ ബാൻഡേജ് കാണുന്നത് വളരെയധികം തന്നെ അത്ഭുതമായ ഒരു കാര്യമാണ്. അധികമാരും ചെയ്യാറുമില്ല അങ്ങനെ. തൊണ്ടയിൽ എന്തെങ്കിലും സർജറി ചെയ്തതാണെങ്കിൽ ശരിക്കും പറഞ്ഞാൽ അങ്ങനെ വയ്ക്കേണ്ട കാര്യമില്ല, എല്ലാവരും അറിഞ്ഞേനെ. എന്നാൽ ഇത് സർജറി ഒന്നുമല്ല എന്ന് ഏകദേശം മനസ്സിലാക്കിയിരിക്കുകയാണ്. എന്നാൽ പലരും പല രീതിയിലാണ് ഇത് വ്യാഖ്യാനിക്കപ്പെടുന്നത്. അത് കഴുത്തിലെ വേദനയ്ക്ക് എല്ലാവരും വയ്ക്കുന്ന ഒന്നാണെന്ന് പറയുന്നു. കറക്റ്റ് അത് നടുവശത്തായതുകൊണ്ട് തന്നെ അത് തൈറോയിഡിൻ്റെ ഫങ്ഷൻ സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടും അതുപോലെയുള്ള ടെസ്റ്റുകൾക്കും വേണ്ടി നടത്തുന്നതാണെന്നും പലരും പറയുന്നുണ്ട്. ഇത്തരത്തിൽ പല കാര്യങ്ങളാണ് മഞ്ജുവിൻ്റെ കഴുത്തിൽ ഒരു ചെറിയ ബാൻഡേഡ് വന്നതുമായി ബന്ധപ്പെട്ട നിരവധി വാർത്തകൾ തന്നെ ഉള്ളത് എന്ന് പറയാം. ശരിക്കും പറഞ്ഞാൽ കഴുത്തിൽ എന്തെങ്കിലും പ്രശ്നം വന്നു കഴിഞ്ഞാൽ ഇത്തരത്തിൽ റിലീഫിന് വേണ്ടി പലരും ഇത് ഒട്ടിക്കാറുണ്ട്. ഒരു ഹീറ്റ് പ്ലാസ്റ്റർ പോലെയാണ് ശരിക്കും പറഞ്ഞാൽ ഇതിൽ വർക്ക് ചെയ്യുന്നത്. ചെറിയൊരു ബാൻഡേഡാണ് ഇത് പലപ്പോഴും വരാറുള്ളത്. പോസ്റ്റ് സർജറിക്കൽ സ്കാർസോ സ്ക്രാച്ചസോ ഒക്കെ ഉണ്ടെങ്കിൽ അതും പുറത്തറിയാതിരിക്കാനും മറ്റുള്ളവർ ചോദിക്കാതിരിക്കാനും ഇത്തരത്തിൽ ധരിക്കാറുണ്ട്. ചിലപ്പോൾ അതുമായിരിക്കാം. കുറച്ചധികം നാളുകളായി തന്നെ ശരിക്കും പറഞ്ഞാൽ മഞ്ജുവിൻ്റെ ഒരു സിനിമ നേരെ കാണാൻ സാധിച്ചിട്ടില്ല. അതുകൊണ്ട് തന്നെ സർജറിയിലായിരുന്നിരിക്കാം ഒരുപക്ഷെ മഞ്ജു. അതുകൊണ്ട് തന്നെയായിരിക്കാം ഇത്രയും നാളും അതിനെക്കുറിച്ചൊന്നും സംസാരിക്കാത്തത്. ഇപ്പോൾ സർജറി എല്ലാം കഴിഞ്ഞിട്ടുണ്ടായിരിക്കാം. അതിൻ്റെ മുറിവോ സ്കാറോ മറ്റും ആയിരിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു. ഇത്തരത്തിൽ പലതരത്തിലുള്ള ചോദ്യങ്ങളും ഉത്തരങ്ങളും ഒക്കെ നിലനിൽക്കുകയാണ് എന്ന് തന്നെ പറയാം. സോഷ്യൽ മീഡിയയിൽ തന്നെ എല്ലാവരും ഈ വാർത്തയെക്കുറിച്ച് പ്രതികരിക്കുകയും ചെയ്യുന്നു. എല്ലാവരും ഇത് പ്രതികരിക്കുന്നതോടൊപ്പം തന്നെ മനസ്സിലാക്കുകയും ചെയ്യുന്നുണ്ട്. മഞ്ജുവിന് എന്താണ് ഇപ്പോൾ സംഭവിക്കുന്നതെന്ന് ചോദിക്കുന്നു. ഇത്രയും നാൾ ശരിക്കും പറഞ്ഞാൽ കുറച്ചധികം നാളുകളായി തന്നെ മഞ്ജുവിൻ്റെ സിനിമകളൊന്നും കാണാനില്ല. ഇനി ഈ വർഷം സിനിമകൾ ഉണ്ടോ എന്നുള്ള അന്വേഷണത്തിലാണ് പ്രേക്ഷകർ. മുഴുവൻ സമയം ചുറ്റിക്കറങ്ങുകയാണ് മഞ്ജു ചെയ്യുന്നത്. ബൈക്കിൽ കറങ്ങുന്നതും കാറിൽ കറങ്ങുന്നതും വിദേശ രാജ്യങ്ങളിൽ പോകുന്നതുമായിട്ടുള്ള ചിത്രങ്ങളാണ് ഭൂരിഭാഗവും കാണാൻ സാധിക്കുന്നത്. ഇതിനിടയിൽ തന്നെയായിരുന്നു സർജറി എന്ന് പലരും ചോദിക്കുന്നു. സർജറി എന്താണ് ഞങ്ങളോട് പറയാത്തതെന്ന് പ്രേക്ഷകർ പരാതി പോലെ തന്നെ മഞ്ജുവിനോട് ചോദിക്കുന്നുണ്ട്. കൂടുതൽ സിനിമ, സീരിയൽ, ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ.